എല്ലാവർക്കും 10ാം ക്ലാസ്സിലെ ജിയോമെട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. വൃത്തങ്ങൾ എന്ന പാഠത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഒരു വൃത്തവും അതിലെ ഒരു ഞാണും. ആ ഞാണ് വ്യാസമായിരുന്നു നമ്മൾ എടുത്തത്. നമുക്കറിയാം, ഏറ്റവും വലിയ ഞാണാണ് വൃത്തത്തിൻ്റെ വ്യാസമെന്ന് പറയുന്നത്. ആ വ്യാസത്തിൻ്റെ രണ്ടറ്റത്തു നിന്നും വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് യോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് കിട്ടുന്നത് മട്ടകോണായിരിക്കുമെന്നാണ് നമ്മൾ കണ്ടത്. അത് ഉപയോഗിച്ചു കൊണ്ടുള്ള കണക്കുകൾ നമ്മൾ ചെയ്തു. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. അതുമാത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്കുകളും ചെയ്തു. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ആ ഞാൻ വ്യാസമല്ലാത്ത മറ്റൊരു ഞാണാണെങ്കിലോ. അതായത് നമുക്കറിയാം, ഒരു ഞാൻ വൃത്തത്തെ 2 ഭാഗങ്ങളാക്കും. അത് വ്യാസമാണെങ്കിൽ 2 തുല്യ ഭാഗങ്ങളാക്കും. വ്യാസമല്ലാത്ത ഞാനാണെങ്കിലോ, ആ കോഡ് ഉറപ്പായിട്ടും ആ സർക്കിളിനെ കോഡ് 2 പാർട്ടായിട്ട് ഭാഗിക്കും. ഒരു പാർട്ട് വലുതും ഒരു പാർട്ട് ചെറുതും ആയിരിക്കും. ആ ഞാണിൻ്റെ ആ കോഡിൻ്റെ 2 എൻ പോയിൻറ്റ്സിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരകൾ വരച്ചാൽ അവിടെ ഉണ്ടാകുന്ന കോണിനുള്ള പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്, ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിലെ ഒരു കോഡ്, ഒരു ഞാണും വരച്ചിട്ടുണ്ട്. മുകൾ ഭാഗം വലിയ ഭാഗവും താഴത്തെ ഭാഗവും ചെറുതുമായിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഞാണിൻ്റെ 2 അറ്റത്തു നിന്നും സർക്കിളിലെ പോയിന്റുമായിട്ട് യോജിപ്പിച്ച് കുറേ കോണുകൾ, കുറേ ആംഗിൾസ് വരച്ചിട്ടുണ്ട്. താഴത്തെ ഭാഗത്തും നിറയെ ആംഗിൾസ് വരച്ചിട്ടുണ്ട്. ഈ ആംഗിൾസ് എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കാണുമ്പോൾ അത് എല്ലാം ഒരുപോലെ തോന്നുന്നു, ഒരേ അളവാണെന്ന് തോന്നുന്നു. താഴത്തെ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. ഉറപ്പായിട്ടും മട്ടകോണല്ല, 90 ഡിഗ്രി അല്ല. 90 ഡിഗ്രി ആകണമെങ്കിൽ ഈ ഞാൻ പതിയെ ഉയർത്തി അത് വ്യാസമായിട്ട് ഡയമീറ്ററായിട്ട് കൊണ്ടുവന്ന് വെക്കണം. 90 ഡിഗ്രി അല്ലെന്നുള്ളത് ഉറപ്പാണ്. മുകൾ ഭാഗത്ത് ചെറിയ ചെറിയ കോണുകൾ, ന്യൂന കോണുകളാണ് വരുന്നത്. ആ കോണുകളെല്ലാം തുല്യമാണോ? താഴ്ഭാഗത്ത് വരുന്ന കോണുകളെല്ലാം തുല്യമാണോ? അതാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. വ്യാസമല്ലാത്ത ഞാൻ വരച്ചതുകൊണ്ട് വൃത്തഭാഗങ്ങൾ തുല്യമല്ല, കോണുകൾ മട്ടവുമല്ല. നമുക്കാദ്യം മുകൾ ഭാഗത്തെ, ആ വലിയ വൃത്തഭാഗത്തെ കോണുകളെപ്പറ്റി ചിന്തിക്കാം. AB എന്ന ഞാൻ വരച്ചിരിക്കുന്നു. വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റ് P അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. AB-യുടെ 2 അറ്റത്തു നിന്നും എയിൽ നിന്നും പിയിലേക്കും ബിയിൽ നിന്നും പിയിലേക്ക് ഓരോ വരകൾ വരച്ചിരിക്കുന്നു. കോൺ APBയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്കറിയാം, വൃത്തകേന്ദ്രം ഞാണിൽ അല്ലാത്തതുകൊണ്ട് പിയിൽ നിന്നും വൃത്തകേന്ദ്രത്തിലേക്ക് ഒരു വര വരച്ചിരിക്കുന്നു, OP എന്ന വര. വ്യാസം നമ്മൾ എടുത്തപ്പോൾ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ ഞാണിലെ വ്യാസത്തിലെ ഒരു ബിന്ദുവായിരുന്നു. ഇവിടെ അങ്ങനെ അല്ലാത്തതുകൊണ്ട് Oയിൽ നിന്ന് Aയിലേക്കും Oയിൽ നിന്ന് Bയിലേക്കും ഓരോ വരകൾ വരച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് കോൺ APBയെ പറ്റിയാണ്. അതായത് AB എന്ന ഞാണിൻ്റെ 2 അറ്റത്തു നിന്നും നമ്മൾ വരച്ച് ഉണ്ടാക്കിയ കോൺ. ആ കോൺ കേന്ദ്രത്തിലേക്ക്, സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് വരച്ചപ്പോൾ, OP വരച്ചപ്പോൾ 2 ഭാഗിക്കപ്പെട്ടു. അതിലൊരു ഭാഗത്തെ നമ്മൾ X എന്നും ഒരു ഭാഗത്തെ നമ്മൾ Y എന്നും എടുത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ AOP എന്ന് പറയുന്നത്
ഒരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിളാണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ എ പി ഒ എക്സ് ആണെങ്കിൽ ആംഗിൾ ഒ എ പിയും എക്സ് ആയിരിക്കും. മറുവശത്ത് കോൺ ഒ പി ബി വൈ ആണെങ്കിൽ ആംഗിൾ ഒ ബി പിയും വൈ ആയിരിക്കും. കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോൺ നോക്കുകയാണെങ്കിൽ 2 ചാപങ്ങളുണ്ട്, 2 ആർക്കുകളുണ്ട്. അതിൻ്റെ സെൻട്രൽ ആംഗിളായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ, അതായത് ചാപത്തിൻ്റെ കേന്ദ്രത്തെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കോൺ, അതായത് എ ഒ പി എന്ന് പറയുന്ന കോൺ, ആംഗിൾ എ ഒ പി ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ്, ചാപത്തിൻ്റെ കേന്ദ്രമാണ്. എ പി ബി എന്ന് പറയുന്ന കോണിൻ്റെ എതിരെ കിടക്കുന്ന, അതായത് എ പി ബി എന്ന് പറയുന്ന ചാപത്തിൽ ഉള്ള കോണാണ് ആംഗിൾ എ പി ബി. അതിൻ്റെ മറുഭാഗത്തുള്ള ചാപത്തിൻ്റെ സെൻട്രൽ ആംഗിളാണ് കോൺ എ ഒ ബി എന്ന് പറയുന്നത്. ആ കോണിനെ നമ്മൾ സി എന്ന് എടുത്തിരിക്കുന്നു. ഇനി നമുക്കറിയാം, വൃത്തകേന്ദ്രമായ ഒയുടെ ചുറ്റും വരുന്ന കോണുകളൊന്ന് കൂട്ടി നോക്കിക്കേ. മുകളിൽ എക്സ്, താഴെ എക്സ്. അപ്പോൾ ആ ഭാഗം എന്ന് പറയുന്നത് 180 മൈനസ് 2x ആണ്, 180 മൈനസ് 2x. മറുഭാഗത്ത് വരുന്നത് 180 മൈനസ് 2y, 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y എന്ന് പറയും. അതും സിയും കൂടെ കൂട്ടിയാൽ 360 കിട്ടും, 360 കിട്ടും. കാരണം ഒരു പോയിന്റിൻ്റെ ചുറ്റുമുള്ള ആംഗിൾസ് എല്ലാം കൂട്ടിയാൽ 360 ആണ് വരുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ അതൊന്ന് സോൾവ് ചെയ്ത് നോക്കി, അതിൻ്റെ പരിഹാരം കണ്ടു നോക്കി. 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y പ്ലസ് സി ഈക്വൽ ടു 360. അതിൽ നിന്നും നമുക്കൊരു സോൾവ് ചെയ്യുമ്പോൾ കിട്ടും എക്സ് പ്ലസ് വൈ സമം സി ബൈ 2. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ എ പി ബി, അതാണ് എക്സ് പ്ലസ് വൈ. ആ കോണിനെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സി ബൈ 2. സി എന്ന് പറഞ്ഞാലോ ആ ചാപത്തിൻ്റെ മറുഭാഗത്തുള്ള ചാപത്തിൻ്റെ കേന്ദ്രകോണാണ്, സെൻട്രൽ ആംഗിളാണ്. മറന്നു പോകരുത്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ്. അതുതന്നെ ഒരു ചാപത്തിൻ്റെ 2 അറ്റത്തു നിന്നും വൃത്തത്തിലേക്ക് വരകൾ വരച്ച് ഉണ്ടാക്കുന്ന കോൺ, ആ ചാപത്തിൻ്റെ ആ ചാപത്തിൻ്റെ മറുഭാഗത്തുള്ള ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്, ആ സിദ്ധാന്തം തെളിയിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും വേണ്ടി ഞാൻ ഒരു വൃത്തം കൊണ്ടുവരികയാണ്. ആ വൃത്തത്തിൽ 2 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൽ നിന്നും വൃത്തത്തിലെ മുകളിലെ ഒരു ബിന്ദുവിലേക്ക് വരച്ച് ഒരു കോൺ മാർക്ക് ചെയ്തിരിക്കുന്നു. ആ 2 പോയിന്റിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്കും വരച്ചിട്ടുണ്ട്. അവിടെയും ആ കോൺ, ആ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിച്ചതനുസരിച്ച് മുകളിലെ ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ കോൺ, ആ ആംഗിൾ, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മറ്റേ ചാപത്തിൻ്റെ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കണം. ഞാൻ ആ റെഡ് ആംഗിൾ മെഷർമെൻറ്റ് എടുത്ത് സെൻട്രൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ
അതിൻ്റെ പകുതിയാണെന്ന് തോന്നും, എന്നാലും നമുക്ക് ഉറപ്പില്ല. ഓക്കെ, എങ്കിൽ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഞാൻ മറ്റൊരു വൃത്തം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ഞാൻ വരച്ചിരിക്കുന്ന ഞാണിൻ്റെ കോഡിൻ്റെ 2 എൻ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് 2 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ കോണുകൾ നമ്മൾ ആദ്യമേ വരച്ചു നോക്കിയായിരുന്നു. കാരണം ഇഷ്ടം പോലെ ആംഗിൾസ് നമുക്ക് വരയ്ക്കാം. ഓരോ പോയിന്റിലേക്കും നമുക്ക് വരച്ചാൽ ആംഗിൾസ് കിട്ടും, കോണുകൾ കിട്ടും. ഈ കോണുകളെല്ലാം ഒരേ സ്വഭാവമാണ്. കാരണം തുടങ്ങുന്നതും തീരുന്നതും ഒരിടത്ത് തന്നെയാണ്. നമ്മൾ പി എന്ന പോയിന്റ് മാർക്ക് ചെയ്തത് എവിടെയെങ്കിലുമുള്ള ഒരു പോയിന്റ് എന്നാണ് പറഞ്ഞത്. മുകൾ ഭാഗത്ത്, സർക്കിളിൻ്റെ മുകൾ ഭാഗത്ത് സർക്കിളിലെ ഒരു പോയിന്റ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ 2 പോയിന്റുകൾ മാർക്ക് ചെയ്താലും ഈ 2 കോണുകൾക്കും ഈ 2 ആംഗിൾസിനും സെയിം മെഷർമെൻറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ 2 ആംഗിളും എടുത്ത് സെൻറ്ററിൽ വെച്ചാൽ ഫില്ല് ചെയ്തിരിക്കണം. കാരണം ഒരാംഗിൾ 2 പ്രാവശ്യം വെക്കുന്നതിലും എളുപ്പം അത് തന്നെയാണ്. ഒരേ മെഷർമെൻറ്റിലുള്ള 2 ആംഗിൾസാണ്. 2 ആംഗിൾസിൻ്റെയും എൻ പോയിൻറ്റ്സ് കണ്ടോ, ആ ചാപത്തിൻ്റെ ആ കോഡിൻ്റെ എൻ പോയിൻറ്റ്സ് തന്നെയാണ്. ഞാൻ ആ 2 ആംഗിൾസും എടുത്ത് സെൻറ്ററിൽ വയ്ക്കുകയാണ്. നല്ല ശ്രദ്ധാപൂർവം നോക്കിയിരുന്നു കൊള്ളുക. രണ്ട് കോണുകളും ആ 2 ആംഗിൾസും സെൻറ്ററിൽ നല്ല ഫിറ്റായിട്ടിരിപ്പുണ്ട്. അതിൻ്റെ അർത്ഥം ആ 2 ആംഗിൾസും ചേർന്നാൽ സെൻട്രൽ ഉള്ള ആംഗിൾ ആകുമ്പം തന്നെയാണ് ഒരേ മെഷർമെൻ്റ് ഉള്ളത്. അതായത് സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും മുകൾ ഭാഗത്ത് വരുന്ന ആ ആംഗിൾ. എപ്പോഴും ഓർത്തോളുക, ഒരു ആർക്കിൻ്റെ ഒരു ചാപത്തിൽ നമ്മൾ വരച്ചിരിക്കുന്ന ചാപത്തിൻ്റെ ആ എൻ പോയിൻറ്റ്സിൽ നിന്നാണ് നമ്മൾ കോൺ വരച്ചത്. അങ്ങനെ വരയ്ക്കുന്ന കോണിൻ്റെ അളവ് അതിൻ്റെ മറുഭാഗത്തുള്ള ചാപത്തിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. ഇക്കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു വൃത്തം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഇവിടെയും ചാപത്തിൻ്റെ കേന്ദ്രകോൺ അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഈ പി എന്ന ബിന്ദു മുകൾ ഭാഗത്ത് എവിടെ വന്നാലും താഴെ വരുന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ഫിക്സ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം പി എന്ന പോയിൻ്റ് എവിടെ വന്നാലും അതിന് മാറ്റം വരുന്നില്ല. ആ ചാപത്തിൽ തുടക്കവും കണ്ടോ ടച്ച് ചെയ്ത് ഒടുക്കവും ആ എൻ പോയിൻറ്റ്സിൽ വന്നാൽ മാത്രം മതി. എവിടെ വന്നാലും പി എന്ന പോയിൻ്റ് എവിടെ വന്നാലും ആ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഏത് സംഖ്യ ആംഗിൾ എടുത്താലും അതിന് മാറ്റമില്ലാതെ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ ആ കോഡ് വരച്ചപ്പോൾ താഴെ ഭാഗത്ത് ചെറുതായിട്ടുണ്ടായ ആർക്ക്, ആ ചാപത്തിലുള്ള കോണും കേന്ദ്രത്തിൽ വരുന്ന കോണും തമ്മിൽ എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നത്. തൊട്ടു മുമ്പിലത്തെ പടം തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ താഴെ ക്യൂ എന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എവിടെയെങ്കിലും താഴെ ഭാഗത്ത് ആംഗിൾ എ ക്യു ബി യെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. കോൺ എ ക്യു ബി മുമ്പ് ചെയ്തതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്നും ഓയിൽ നിന്നും ക്യൂവിലേക്ക് വരകൾ വരയ്ക്കുമ്പോൾ അവിടെ 2 ത്രികോണങ്ങൾ കിട്ടും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്തത് സെൻട്രൽ ഭാഗത്തെടുത്തത് സി എന്ന മെഷർമെൻ്റുള്ള ആംഗിളാണ്. അതിനെ ഞാൻ അവിടെ തന്നെ നിർത്തിയിരിക്കുന്നു. എ ക്യു ബി എന്ന് പറയുന്ന കോൺ അവിടെയും നമ്മൾ നോക്കിയാൽ 2 സമപാർശ്വ ത്രികോണങ്ങളുണ്ട്, തുല്യമായ കോണുകളുണ്ട്. അത് തന്നെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം. കോൺ എ ക്യു ഒ ബി ക്യു ഒ
ഈ രണ്ട് ആംഗിളുകൾ, ട്രയാങ്കിൾ എ ക്യു ഒയും ട്രയാങ്കിൾ ബി ക്യു ഒയും പരിഗണിച്ചാൽ, ആ രണ്ട് ട്രയാങ്കിൾസ് നോക്കുകയാണെങ്കിൽ ഒരേപോലെയുള്ള ആ കോണുകൾ നമ്മൾ എക്സ് എന്നും വൈ എന്നും മാർക്ക് ചെയ്യുന്നു. തൊട്ടു മുമ്പ് ചെയ്തതുപോലെ തന്നെ അത് തന്നെ എക്സ് വൈ എന്ന് എടുക്കുന്നു. അപ്പോൾ ആ സെൻട്രൽ ഭാഗത്ത് വരുന്നത് 180 മൈനസ് 2x 180 മൈനസ് 2y. ഇക്വേഷൻ ഒരല്പം ചേഞ്ച് ചെയ്താൽ മതി. സി എന്ന് പറയുന്ന കോൺ, സി എന്ന് പറയുന്ന മെഷർമെൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y, അത് രണ്ടും കൂടെ കൂട്ടിയാൽ സി എന്ന് പറയുന്ന കോൺ കിട്ടും. പിയുടെ ഓപ്പോസിറ്റാണ് നമ്മൾ ക്യൂ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സി ഈക്വൽ ടു 180 മൈനസ് 2x പ്ലസ് 180 മൈനസ് 2y എന്ന് വന്നിരിക്കുന്നു. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, അത് സോൾവ് ചെയ്യുമ്പോൾ ആംഗിൾ എ ക്യു ബി, കോൺ എ ക്യു ബി എന്ന് പറയുന്ന എത്ര കിട്ടും? അത് തന്നെ 180 മൈനസ് സി ബൈ 2 എന്ന് കിട്ടും. 180 മൈനസ് സി ബൈ 2. ഇനി ആ രണ്ട് പടങ്ങളും ഒന്ന് മൊത്തമായിട്ട് നോക്കി. എ ബി എന്ന പോയിൻ്റ് അവിടെ നിന്ന് മുകളിലേക്ക് വരച്ച് പിയിൽ മുട്ടിച്ചപ്പോൾ അവിടെ കിട്ടിയത് സി ബൈ 2. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ആംഗിളും ആ കോണും തുടങ്ങുന്നത് എയിലും അവസാനിക്കുന്നത് ബിയിലുമാണ്. അത് കിട്ടിയത് 180 മൈനസ് സി ബൈ 2 ആണ്. മുകളിലത്തേത് സി ബൈ 2, താഴത്തേത് 180 മൈനസ് സി ബൈ 2. അവിടെയും നമുക്ക് തൊട്ടു മുമ്പിലത്തെ സിദ്ധാന്തത്തിന് മാറ്റമില്ല. കാരണം ഒരു ചാപത്തിലുള്ള കോൺ, ഒരു ആർക്കിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ മറുഭാഗത്തുള്ള ആംഗിളിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ആ രണ്ട് കാര്യങ്ങളും ഒന്നിച്ച് പറയുകയാണെങ്കിൽ, വ്യാസമല്ലാത്ത ഏതൊരു ഞാണും വൃത്തത്തെ ഒരു ചെറിയ ഭാഗവും ഒരു വലിയ ഭാഗവുമായിട്ട് ഭാഗിക്കുന്നു. വലിയ ഭാഗത്തെ ഏതെങ്കിലും ഒരു ബിന്ദുവുമായി ഞാണിൻ്റെ രണ്ടറ്റങ്ങൾ യോജിപ്പിച്ച് കിട്ടുന്ന കോൺ, ആ അറ്റങ്ങൾ കേന്ദ്രവുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോണിൻ്റെ പകുതിയായിരിക്കും. ചെറിയ ഭാഗത്തെ ഏതെങ്കിലും ബിന്ദുവുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോണിൻ്റെ അളവ് 180 നിന്നും കേന്ദ്ര കോണിൻ്റെ പകുതി കുറച്ചതിന് തുല്യമായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ തെളിയിച്ചത്, കണ്ടുപിടിച്ചത്. വൃത്തങ്ങളെപ്പറ്റിയും ചാപങ്ങളെപ്പറ്റിയും നമ്മൾ 9ാം ക്ലാസ്സിൽ ശരിക്കും പഠിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കേന്ദ്രകോൺ, ചാപത്തിൻ്റെ കേന്ദ്രകോൺ എന്നൊക്കെ പഠിച്ചു. ഒരു വൃത്തത്തിൽ 2 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2 ചാപങ്ങളായിട്ട് ഭാഗിക്കപ്പെടും. അപ്പോൾ ആ 2 ചാപങ്ങളും ചേർന്നാൽ പൂർണ്ണമായിട്ടുമുള്ള വൃത്തം കിട്ടും. അതുകൊണ്ട് ഒരു ചാപത്തെ മറ്റൊരു ചാപത്തിൻ്റെ പൂരക ചാപം എന്ന് പറയുന്നു. അതായത് ഒരു ആർക്കിനെ, അതായത് 2 പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന 2 ആർക്കുകൾ, ആ 2 ആർക്കുകളും ചേർന്ന ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അതിൽ ഒരു ആർക്കിനെ മറ്റേ ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്നാണ് പറയുന്നത്. മറുചാപം അഥവാ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നു. മറ്റൊരു വിധത്തിലും അതിനെ പേര് പറയാറുണ്ട്, പൂരക ചാപം അഥവാ കോംപ്ലിമെൻ്ററി ആർക്ക് എന്നും പറയാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആ 2 ആർക്കുകളും ചേർന്നാൽ ഒരു പൂർണ്ണമായ സർക്കിൾ കിട്ടും. 2 ചാപങ്ങളും ചേർന്നാൽ ഒരു പൂർണ്ണ വൃത്തം കിട്ടും. അതുകൊണ്ട് ഒരു ചാപത്തെ മറ്റേ ചാപത്തിൻ്റെ പൂരക ചാപം എന്ന് പറയും, അല്ലെങ്കിൽ മറുചാപം എന്ന് പറയും. പൂരക ചാപം എന്ന് പറഞ്ഞാലും മറുചാപം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാലും കോംപ്ലിമെൻ്ററി ആർക്ക് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അത് ടേമിൽ ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ആ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അത് ഇങ്ങനെ പറയാൻ സാധിക്കും: വൃത്തത്തിലെ
ഏതൊരു ചാപത്തിൻ്റെയും കേന്ദ്ര കോണിൻ്റെ അളവ് മറുചാപത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ അളവിൻ്റെ ഇരട്ടിയായിരിക്കും. തിരിച്ചു പറയാൻ പറ്റും, ഒരു ചാപത്തിലുണ്ടാക്കുന്ന കോൺ അതിൻ്റെ മറുചാപത്തിൻ്റെ കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും. അത് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. കാരണം വൃത്തത്തിലാണ് രണ്ട് കോൺ തുടങ്ങുന്നത് ഒരൊറ്റ പോയിന്റ്. ഇങ്ങനെ ഒരു കോൺ ഉണ്ടെങ്കിൽ, ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ആംഗിളുമായിട്ടാണ് കണക്ഷൻ വരുന്നത്. അതെ, അകത്ത് വരുന്നത് സെൻട്രൽ വരുന്ന ഒരു ആംഗിളാണ്, കേന്ദ്രത്തിൽ വരുന്ന കോണാണ്. ആ കോണിൻ്റെ പകുതിയായിരിക്കും ഇപ്പുറത്ത് വരുന്ന കോൺ എന്ന് പറയുന്നത്. ഇപ്പം ഇതുപോലെ ഒരു കോൺ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ നടുക്ക് വരുന്ന സെൻട്രൽ ആംഗിൾ ഓർത്തോണം, ഇതൊരു ആർക്കിലാണ്, ചാപത്തിലാണ്. അതിൻ്റെ മറുചാപത്തിൻ്റെ കേന്ദ്ര കോണാണ്, അതിൻ്റെ പകുതിയായിരിക്കും ഈ കോൺ എന്ന് പറയുന്നത്. കണ്ടിരിക്കാൻ എളുപ്പമുണ്ട്. രണ്ട് കോണും ഒരേ ഡയറക്ഷനിലായിരിക്കുന്നത്, മറുഭാഗത്തും അങ്ങനെ തന്നെയായിരിക്കും. ചെറിയ ഭാഗമാണെങ്കിൽ ആംഗിൾ ഇങ്ങനെ വിടർന്നിരിക്കും. അതിൻ്റെ അകത്തു വരുന്ന ആ വലിയ ചാപം, ആ ആർക്ക്, അതിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. ഈ രണ്ട് ആംഗിളും തമ്മിലൊരു കണക്ഷനുണ്ട്. ഒരാംഗിൾ എത്രയാണോ 180 മൈനസ് 180 മൈനസ് അതിൻ്റെ അളവായിരിക്കും ഇത്. അത് നമുക്ക് ഒരു കൃത്യമായ അളവുകളിട്ട് നമുക്ക് കാണാം. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് കൃത്യമായ ഒരു സംഖ്യ ഇട്ട് കാണാം. അതെങ്ങോട്ട് പോയിന്റ് മാറ്റിയാലും ആ മുകളിലത്തെ താഴത്തെയും കോണുകൾ തമ്മിലുള്ള ബന്ധം, മുകളിലത്തെ കോൺ 70 ഡിഗ്രി ആണെങ്കിൽ താഴത്തെ കോൺ എന്ന് പറഞ്ഞാൽ ആ രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ 180 മൈനസ് 70 110 ആയിരിക്കും. 60 ഡിഗ്രി ആണെങ്കിൽ താഴെ വരുന്നത്, രണ്ടും വൃത്തത്തിലാണെന്ന് ഓർക്കണേ, 60 ഡിഗ്രി ആണെങ്കിൽ 120 ഡിഗ്രി ആയിരിക്കും. കേന്ദ്ര കോണുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് ഒരു കോൺ എന്ന് പറയുന്നത് കോണായിട്ട് നിൽക്കുന്നു, അതിൻ്റെ മറുചാപത്തിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ മറന്നേക്കരുത്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ചാപത്തിലുള്ള കോൺ അതിൻ്റെ മറുചാപത്തിൻ്റെ കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും. ചാപവും മറുചാപവും കൺസിഡർ ചെയ്യുമ്പോൾ, പരിഗണിക്കുമ്പോൾ, ഒരു ആർക്കും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കും കൺസിഡർ ചെയ്താൽ അവിടെ രണ്ടിടത്തും വരുന്ന ആംഗിൾസ്, ഒരു ആംഗിൾ മറ്റേ ആംഗിൾ 180 മൈനസ് ഫസ്റ്റ് ആംഗിൾ, അതായത് ആ രണ്ട് കോണുകളും കൂട്ടുമ്പോൾ 180 കിട്ടുന്നു എന്ന് മാത്രം ഓർത്തിരിക്കുക. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു വൃത്തം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ആ വൃത്തത്തിൻ്റെ വ്യാസത്തിൽ ഈ ബിന്ദുക്കളെല്ലാം ഞാൻ മാർക്ക് ചെയ്യുകയാണ്. അതായത് വ്യാസം വരച്ചിരിക്കുന്നു, കേന്ദ്രത്തിൽ നിന്നും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ചെറിയ ഒരു ചാപമുണ്ട്, സ്മോൾ ആർക്ക്. അതിൻ്റെ സെൻട്രൽ ആംഗിൾ കാണാൻ നമുക്ക് ഉറപ്പായിട്ടും അറിയാം. ആ സെൻട്രൽ ആംഗിളും വെച്ചിട്ടുണ്ട്. ഇനി ആ ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സിൽ നിന്ന് ആ പോയിന്റിലേക്ക് വരച്ചാലും നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. കാരണം ഒരു ചെറിയ ആർക്ക്, അതിൻ്റെ സെൻട്രൽ ആംഗിൾ അവിടെ തുടങ്ങി സർക്കിളിലെ ഒരു പോയിന്റ്, നമ്മളത് വ്യാസത്തിൻ്റെ ഡയമീറ്ററിൻ്റെ എൻ പോയിന്റ് എടുത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം വരുന്നുണ്ട്. സെൻട്രൽ ആംഗിൾ വരുന്നു, ഇങ്ങാറ്റത്തൊരു ആംഗിൾ വരുന്നു. അപ്പോൾ ആ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും ഇത് വരുന്നത്. അതെങ്ങോട്ട് മാറ്റിയാലും, ഞാനത് മാറ്റി മാറ്റി കാണിക്കാം, എങ്ങോട്ട് മാറ്റിയാലും സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണ് എൻ പോയിൻറ്റ്സിൽ വരുന്നത്. അതൊരു ഡയമീറ്ററിൽ വ്യാസത്തിൽ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആ പോയിന്റ് എങ്ങോട്ട് മാറിയാലും സംഭവിക്കും. നമ്മൾ മുമ്പേ കണ്ട പോലെ പി എന്ന പോയിന്റ് എങ്ങോട്ട് മാറിയാലും, പി എന്ന ബിന്ദു എങ്ങോട്ട് മാറിയാലും ആ കേന്ദ്രകോൺ മാറാതെ നിൽക്കുന്നിടത്തോളം കാലം, അതായത് ഇപ്പോൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി ആ വ്യാസത്തിൽ നമ്മൾ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യാസം വരച്ചു, ആ വ്യാസത്തിൻ്റെ സർക്കിളിൻ്റെ സെൻട്രലിൽ നിന്നൊരു വര വരച്ചു, അത് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് വ്യാസത്തിൻ്റെ ഇങ്ങാറ്റത്തേക്ക് വരച്ചാലും ഇത് കറക്റ്റാണ്. കാരണം സെൻട്രൽ ആംഗിൾ വരുന്നുണ്ട്,
അത് തുടങ്ങുന്നതും എവിടെയാണോ തീരുന്നത് എവിടെയാണോ അങ്ങോട്ട് തന്നെയാണ് ആ ചെറിയ ആംഗിളും വരുന്നത്. അപ്പം നടുക്ക് വരുന്ന സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും ഇങ്ങാറ്റത്ത് വന്നിരിക്കുന്ന ആ ചെറിയ ആംഗിൾ. ഇതിൻ്റെ ഒരു പ്രയോഗമെന്ന് ചോദിച്ചാൽ, നമ്മൾ 8ാം ക്ലാസ്സിൽ ഒരു ആംഗിളിൻ്റെ ബൈസെക്ടർ, കോണിൻ്റെ സമഭാജി വരച്ചായിരുന്നു. അന്ന് ഓർക്കുന്നുണ്ടോ? ഒരു 22.5 ഡിഗ്രിയുള്ള കോണളവ് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 22.5 ഡിഗ്രി. അപ്പോൾ നമ്മൾ 22.5യുടെ ഇരട്ടി എടുത്തു. 45 ഡിഗ്രിയുള്ള ഒരു ആംഗിൾ വരച്ചു, അതിൻ്റെ ബൈസെക്ടർ വരച്ചു. അപ്പോൾ ശരിക്കും പറയാം 45ൻ്റെ പകുതി 22.5 ഡിഗ്രിയാണ്. അത് നമുക്ക് കിട്ടി. ഇവിടെ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ രീതിയിൽ ബൈസെക്ടർ വരയ്ക്കാതെ, കാരണം ഒരു ആംഗിളിൻ്റെ പകുതി ഇവിടെ വരുന്നതുകൊണ്ട് നമുക്ക് ഏത് മെഷർമെൻറ്റിലുള്ള ആംഗിൾസും വരയ്ക്കാം. ഇത്രയേ ഉള്ളൂ. നോക്കി, ഇപ്പോൾ 22.5 വരയ്ക്കണം. എന്ത് ചെയ്യണം? 22 ഒരു സർക്കിൾ വരയ്ക്കണം. അതിൻ്റെ സെൻറ്ററിൽ എത്ര വേണ്ടത്? അതിൻ്റെ ഇരട്ടി എടുക്കുക. 22.5 കിട്ടേണ്ടതെങ്കിൽ നമ്മൾ 45 ഡിഗ്രി സെൻട്രൽ നിന്നും അങ്ങ് വരയ്ക്കുന്നു. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്നും വ്യാസത്തിൻ്റെ ഡയമീറ്ററിൻ്റെ ഇങ്ങാറ്റത്തിലേക്കൊരു വര വരയ്ക്കുക. ആ ആംഗിൾ ഉറപ്പായിട്ടും 45ൻ്റെ പകുതിയായിരിക്കും. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതങ്ങ് തുടരുകയാണെങ്കിൽ എത്ര ഡിഗ്രിയുള്ള ആംഗിൾസും കോണുകളും നിർമ്മിക്കുവാൻ സാധിക്കും. കാണിച്ചു തരാം. ഒരു ഉദാഹരണത്തിലൂടെ കാണിച്ചു തരാം. ഞാനിവിടെ കണക്റ്റ് ചെയ്ത് കുറേ സർക്കിൾസ്, കുറേ വൃത്തങ്ങൾ വരച്ചിരിക്കുകയാണ്. ആദ്യത്തെ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഞാൻ വരച്ചിരിക്കുന്ന കോൺ 54 ഡിഗ്രി എടുത്ത, കൃത്യമായിട്ടും കമ്പ്യൂട്ടർ ചെയ്ത് 54 ഡിഗ്രി കോൺ വരച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സർക്കിളിൻ്റെ, ആ വൃത്തത്തിൻ്റെ കോമൺ ഡയമീറ്ററാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. ഒറ്റ ഒരു വലിയ വ്യാസമാണ്. വ്യാസത്തിൻ്റെ ഇങ്ങാറ്റത്തേക്ക് വരയ്ക്കുമ്പം ആ ചെറിയ ഭാഗം എന്ന് പറയുന്നത് 54ൻ്റെ പകുതിയായ 27ആണ്. ഇനി 27ൻ്റെ പകുതി കാണണമെന്നുണ്ടെങ്കിൽ ആ 27 എന്നുള്ളത് കേന്ദ്ര കോണായിട്ട്, സെൻട്രൽ ആംഗിളായിട്ട് ഒരു ആർക്ക് വരച്ചാൽ മതി. അതായത് നമുക്ക് ഏറ്റവും എളുപ്പം ആ 27ൻ്റെ ആ പോയിന്റിൽ കുത്തിയിട്ട് സെയിം റേഡിയസാണ് എളുപ്പമുണ്ട്. അല്ലെങ്കിലും കിട്ടും, എന്നാലും നമുക്ക് വരയ്ക്കുമ്പോൾ ആ പടത്തിനൊരു ഇതിലായിട്ട് സെയിം റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ ആ 27 വെച്ചാൽ മറ്റേ സർക്കിളിൻ്റെ സെൻട്രലിലൂടെ കടന്നു പോയിക്കോളും. അപ്പോൾ ഓർത്തോളം, രണ്ടാമത് വരച്ച സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ 27ആണ്. ആ പോയിന്റിൽ നിന്ന് നമ്മൾ വരച്ച, മൂന്നാമത് വരച്ച ആ സർക്കിളിൻ്റെ ഈ ഡയമീറ്ററിൻ്റെ ഇങ്ങാറ്റത്തേക്ക് വരയ്ക്കുമ്പം 27ൻ്റെ പകുതിയായ 13.5 ആയിരിക്കും. ഇത് തുടരുകയാണ് എങ്കിൽ നമുക്ക് ഏത് അളവിലുള്ള കോണുകളും വരയ്ക്കാൻ സാധിക്കും. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തിട്ട് സർക്കിളിൻ്റെ ചാപ്റ്ററിലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രധാന ആശയങ്ങളെല്ലാം നോട്ടായിട്ട് എഴുതിയെടുക്കുക. അതിനുശേഷം 11.25 ഡിഗ്രിയുള്ള ഒരു കോൺ വരയ്ക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. സെൻറ്ററിൽ 45 ഡിഗ്രിയുള്ള ഒരു കോൺ മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് ഡയമീറ്ററിൻ്റെ, വ്യാസത്തിൻ്റെ ഇങ്ങാറ്റത്തേക്ക് വര വരയ്ക്കുക. ഉറപ്പായിട്ടും ആ കോൺ 22.5 ഡിഗ്രി ആയിരിക്കും. വീണ്ടും ആ പോയിന്റ് കേന്ദ്രമായിട്ട്, സെൻട്രലായിട്ട് മറ്റൊരു സർക്കിൾ സെയിം റേഡിയസ് വരയ്ക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ആദ്യത്തെ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടി അത് കടന്നു പോകും. വരയ്ക്കുക. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 22.5 ഡിഗ്രി എന്ന് പറയുന്നത് രണ്ടാമത്തെ സർക്കിളിൻ്റെ ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളായിട്ട് വന്നു. ആ പോയിൻറ്റും ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റിങ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ആ ആംഗിൾ ഉറപ്പായിട്ടും 22.5യുടെ പകുതിയായിരിക്കും. ആ പടം എല്ലാവരും നോട്ട്ബുക്കിൽ വരച്ചു നോക്കുക. ഇനി നമ്മൾ പഠിച്ച ഈ സിദ്ധാന്തങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മൾ കണ്ടുപിടിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ചാപം, മറുചാപം.
പൂരക ചാപം എന്ന് പറയും. അത് ഓൾട്ടർനേറ്റീവ് ആംഗിൾ അല്ലെങ്കിൽ ചാപവും മറുചാപവും, അത് രണ്ടും കൂടുമ്പോൾ ഒരു വൃത്തം കിട്ടും. ഒരു ചാപത്തിലെ കോൺ എന്ന് പറയുന്നത് അതിൻ്റെ മറുചാപത്തിൻ്റെ കേന്ദ്ര കോണിൻ്റെ പകുതിയായിരിക്കും. ഇനി ഒരു ചാപവും മറുചാപവും പരിഗണിച്ചാൽ ആ രണ്ട് ചാപത്തിലും ഏത് പോയിന്റ് എടുത്താലും ഉള്ള കോണുകൾ അനുപൂരകങ്ങളായിരിക്കും. അതായത് ഒരു കോൺ എക്സ് ആണെങ്കിൽ മറ്റേ കോണ് 180 - x ആയിരിക്കും. രണ്ട് കോണുകൾ ചാപവും മറുചാപവും പരിഗണിച്ചാൽ, ആർക്കും ഓൾട്ടർനേറ്റ് ആർക്കും പരിഗണിച്ചാൽ അതിൽ വരുന്ന ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. 9ാം ക്ലാസ്സിൽ നമ്മൾ പരിവൃത്തം വരച്ച് ഓർക്കുന്നില്ലേ? സർക്കം സർക്കിൾ, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസിൽ കൂടിയും 3 മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തം വരച്ചത്. ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ തിയറം ഉപയോഗിച്ചുകൊണ്ട് പരിവൃത്തത്തിൻ്റെ സർക്കം സർക്കിളിൻ്റെ റേഡിയസും ത്രികോണത്തിൻ്റെ കോണുകളും ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസും തന്നാൽ നമുക്ക് സർക്കം സർക്കിൾ പരിവൃത്തം വരയ്ക്കാം. ഒരു ഉദാഹരണം നോക്കുക. 2.5 സെൻറ്റിമീറ്റർ ആരമുള്ള റേഡിയസ് ഉള്ള വൃത്തം, ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ്, സൈഡിനെ പറ്റി ഒന്നും പറയുന്നില്ല, സൈഡ് എന്തെങ്കിലും ആയിക്കോട്ടെ, ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി, ഈ 3 അളവും ആയിരിക്കണമെന്ന് തന്നാൽ നമുക്ക് പരിവൃത്തം വരയ്ക്കാം, സർക്കം സർക്കിൾ വരയ്ക്കാം. മിക്ക പരീക്ഷയ്ക്കും ഇത് ചോദിക്കുന്നതാണ്. വെറുതെ ചിന്തിച്ച് നോക്കി, നമ്മളൊരു വൃത്തം പരിവൃത്തം വരച്ചാൽ അതിൻ്റെ നടുക്ക് ഇങ്ങനെ ത്രികോണം നിൽക്കും. ത്രികോണത്തിൻ്റെ വശങ്ങളെല്ലാം വൃത്തത്തിൻ്റെ ഞാണുകളാണ്, അതായത് കോഡുകളാണ്. സർക്കിളിൻ്റെ കോഡ്സാണ് 3 സൈഡ്സും വരുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതൊരു കോഡാണ്, ഞാണാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 2 പോയിന്റിൽ നിന്നും സെൻറ്ററിലേക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആംഗിളിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ 30 ഡിഗ്രി ഒരു ആംഗിൾ ട്രയാങ്കിളിന് വരണമെങ്കിൽ ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബേസ് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഒരു കോൺ 70 ഡിഗ്രി ആകണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാനായിട്ട് കോഡായിട്ട് നമ്മൾ അവിടെ വരയ്ക്കുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 70ൻ്റെ ഇരട്ടിയായ 140 ആയിരിക്കും. ഇത് വെച്ചുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് വരയ്ക്കാം. ഞാനത് വരച്ച് കാണിക്കാം. നിങ്ങളെല്ലാവരും നോട്ട്ബുക്കിൽ ഈ ചോദ്യം ചെയ്യണം. 2.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി, അങ്ങനെ മെഷർമെൻ്റുള്ള സർക്കം സർക്കിൾ വരയ്ക്കുക, പരിവൃത്തം വരയ്ക്കുക. ഞാൻ വരച്ച് കാണിക്കാം, വളരെ ഈസിയാണ്. ആദ്യം നിങ്ങൾ ഓർത്തോണം, എന്തളവുണ്ടോ ആ അളവിൽ വരച്ചോണം. സർക്കിളിൻ്റെ റേഡിയസ് തന്നാൽ സർക്കിൾ വരച്ചിരിക്കണം. 2.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കുക. ഒരു സെൻട്രലായി നമുക്കറിയാം 30 ഡിഗ്രി ആണെങ്കിൽ സെൻട്രലിൽ ഒരു 60 ഡിഗ്രി ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒരു റേഡിയസ് വരയ്ക്കുന്നു, സെൻട്രലിൽ 60 ഡിഗ്രി എടുത്ത് വരയ്ക്കുന്നു. ആ 2 പോയിൻ്റ് കൂട്ടി യോജിപ്പിക്കുക. ഉറപ്പായിട്ടും അത് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്. മറുഭാഗത്ത് എവിടെ പോയിൻ്റ് എടുത്ത് വരച്ചാലും അവിടെ 30 ഡിഗ്രി ആയിരിക്കും. കാരണം നമ്മൾ സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ 60 ഡിഗ്രി വരച്ച് വെച്ചിരിക്കുക. പക്ഷേ വെറുതെ വരയ്ക്കത്തില്ല. കാരണം നമുക്കറിയാം താഴത്തെ വശം വരച്ച് താഴത്തെ വശത്തിൻ്റെ 2 അറ്റത്തുനിന്നും അതൊരു ഞാനാണ്. 2 അറ്റത്തുനിന്ന് വരച്ചാൽ എവിടെ വരച്ചാലും നമുക്ക് ഉറപ്പാണ് 30 ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ് കിട്ടുന്നത്. 30 ഡിഗ്രിയുടെ എതിർവശമാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. കാരണം കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി നമ്മൾ വരച്ചിട്ടുണ്ട്. അടുത്ത കണ്ടീഷൻ അവർ പറയുന്നുണ്ട്, ഒരു ആംഗിൾ 30, അടുത്തത് 70. അപ്പോൾ ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് 30 ആയിരിക്കും. അതുകൊണ്ട് ഈ വരയുടെ ആ ഞാണിൻ്റെ ആ കോഡിൻ്റെ ഒരു അറ്റത്ത് 70 ഡിഗ്രി എടുക്കുക. പ്രൊട്രാക്ടർ വെച്ച് 70 ഡിഗ്രി എടുക്കുക. ആ പോയിൻ്റ് മാർക്ക് ചെയ്യുക.
ആ വര നീട്ടി വരയ്ക്കുക. ഉറപ്പായിട്ടും അവിടുന്ന് മറ്റേ എൻ പോയിൻറ്റ്സിലേക്കും വരയ്ക്കുക. മുകളിൽ 30 ഡിഗ്രി ഉറപ്പാണ്, ഇവിടെ 70 ഡിഗ്രി നമ്മൾ എടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും മറ്റേ ആംഗിൾ 80 ഡിഗ്രി ആയിരിക്കും. ഈ വിധത്തിലും നമുക്ക് പരിവൃത്തം വരയ്ക്കാം, സർക്കിൾ വരയ്ക്കാം. ഈ 2 പടങ്ങളും കൂടി നോട്ട്ബുക്കിൽ വരച്ചു വെക്കുക. ഈ കോൺസെപ്റ്റുകൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്കുകളാണ് നമ്മൾ അടുത്ത ദിവസം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ 2 കോൺസെപ്റ്റും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. വേറൊന്നും പഠിച്ചിട്ടില്ല, നമ്മൾ കുഞ്ഞു കാര്യമേ ഉള്ളൂ. ഒരു ചാപം, അതിൻ്റെ മറുചാപം, അതായത് ഒരു വൃത്തത്തിൻ്റെ 2 പോയിൻ്റ്, ചാപവും മറുചാപവും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പൂർണ്ണ വൃത്തം കിട്ടും, സർക്കിൾ കിട്ടും. അതിലെ ഒരു ആംഗിൾ, ഒരു ചാപത്തിലെ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ മറുചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും. ഇത് മാത്രമാണ് ഒരു കോൺസെപ്റ്റ്. ഇനി ഒരു ചാപത്തിലുള്ള കോൺ അതിൻ്റെ മറുചാപത്തിലുള്ള കോണും അനുപൂരകങ്ങളായിരിക്കും. അത് രണ്ടും കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി കിട്ടും, സപ്ലിമെൻ്ററി ആയിരിക്കും. ഈ 2 കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അത് ഉപയോഗിച്ചുകൊണ്ട് 2 പടങ്ങളും വരച്ചു. ഇതുപയോഗിച്ചുകൊണ്ടുള്ള കണക്കുകളെല്ലാം നമുക്ക് അടുത്ത ദിവസം ചെയ്യാം.